ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. അറിവിലുമേറി അറിയുന്ന അറിവിൻ്റെ പരമ്പൊരുളായ പരമകാരുണികനും പരമാത്മസ്വരൂപനുമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി നമസ്കാരം. അറിവിൻ്റെ ശ്രീദേവത വിദ്യാസ്വരൂപിണി അമ്മത്തമ്പുരാട്ടിയുടെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി നമസ്കാരം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ കോർഡിനേറ്റർ ശ്രീ അനിൽജി അവർകൾ, രക്ഷാധികാരി ശ്രീ മനോജ് ശാസ്ത്രി സർ, ആചാര്യ സുലേഖ ഷാജിമ, മറ്റ് കാര്യദർശികളായിട്ടുള്ള അഡ്മിൻ പാനൽ അംഗങ്ങളെ, പ്രിയ ആത്മസഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ വിനീത നമസ്കാരം. നമ്മുടെ കുടുംബത്തിൽ കർക്കടകം 1 മുതൽ കന്നി 5 വരെ നടന്നു വരുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം 5ാം വർഷത്തിൽ എത്തി നിൽക്കുകയാണല്ലോ. ഭഗവാന്റെ കാരുണ്യത്താലും ശ്രീ ശാരദാംബയുടെ അനുഗ്രഹത്താലും ഇത്തവണയും ഒരു മന്ത്രം, 13ാം മന്ത്രം വിശകലനം ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. നമുക്ക് ആ മന്ത്രം ഒന്ന് മനനം ചെയ്യാം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റു മഹസിലാണിടേണം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റു മഹസിലാണിടേണം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന്, ത്രിഗുണമായ തിരുനീറിനെ അണിഞ്ഞ ഈശന്. എന്താണ് ത്രിഗുണം? സത്വം, രജസ്, തമസ് എന്നിവയാണെന്ന് നമുക്കറിയാം. സുവർണമയ പാത്രം എന്നതുപോലെ ത്രിഗുണമയമായ തിരുനീർ. ഭഗവാൻ പരമശിവൻ അണിയുന്ന ഭസ്മം, അത് ത്രിഗുണമയമാണ്. ഭഗവാന്റെ അലങ്കാരം ലോകമെല്ലാം കത്തിക്കാളി ഉണ്ടാകുന്ന ചുടല ചാമ്പലാണെന്നുള്ളതാണ് സങ്കല്പം. ഒരു ഈശന് എന്നതുകൊണ്ട് ഈശന്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്നു. അതെ, ഈശൻ, ഈശ്വരൻ, ദൈവം, ശിവൻ എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ഒന്ന് മാത്രമാണ്. സത്വം, രജസ്, തമസ് എന്നീ മായാഗുണങ്ങളുടെ കൂടിക്കലർപ്പാണ് പ്രപഞ്ചം. പ്രകാശത്തിന്റെ ഗുണമാണ് സത്വം. രജസ് കർമ്മത്തിന്റെ ഗുണമാണ്, അതായത് വീര്യം. തമസോ ഇരുട്ടിന്റെ, മോഹത്തിന്റെ, ആലസ്യത്തിന്റെ ഗുണം. ഇവിടെ ത്രിഗുണങ്ങളുടെ കൂടിക്കലർപ്പായ പ്രപഞ്ചത്തെ ശിവസ്വരൂപിയായ പരമാത്മാവ് അണിഞ്ഞിരിക്കുന്ന ദിവ്യഭസ്മമായി കണക്കാക്കാം. ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മത്തെ വീതിച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു പണ്ട് നിലനിന്നിരുന്നത്. ജന്മമാണ് വർണ്ണവ്യവസ്ഥയെ തീരുമാനിക്കുന്നത് എന്നതിനെ കർമ്മമാണ് തീരുമാനിക്കുന്നത് എന്ന്
മാറ്റി സ്ഥാപിച്ചു. എന്നാൽ സ്വാമി തൃപ്പാദങ്ങൾ പറയുന്നത് ഇത് ജന്മജമോ കർമ്മജമോ അല്ല. ജനിച്ചുകൊണ്ട് ഒരാൾ ബ്രാഹ്മണനാകുന്നില്ല, ക്ഷത്രിയനോ ശൂദ്രനോ ആകുന്നില്ല. ഗുണവും കർമ്മവും ശാശ്വതമല്ല. ഭഗവാൻ പറയുന്നു ഇതെല്ലാം ഒരു വ്യക്തിയിൽ തന്നെയുണ്ട്. ഒരാൾ എപ്പോഴും സാത്വികനാകണമെന്നില്ല. അയാൾ ഒരു ദിവസം തന്നെ ഈ 3 ഗുണങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ മനുഷ്യരെ തരംതിരിക്കാനും കഴിയില്ല. ഈ 3 ഗുണങ്ങളെയും എരിച്ച് ഭസ്മമാക്കി ഗുണാതീതനായ ഈശ്വരനെ അകമലരിട്ടു വണങ്ങി. അകമലരിട്ടു വണങ്ങി. അകം എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സാകുന്ന മലര്, അതായത് ഹൃദയപുഷ്പം അർപ്പിച്ച് നമസ്കരിക്കണം. തന്നെയും തൻ്റെ സർവസ്വത്തെയും ആ ജഗദീശ്വരനായിട്ട് സമർപ്പിക്കണം. അതായത് തൻ്റേതായിട്ടൊന്നുമില്ല, എല്ലാം ജഗദീശ്വരൻ്റേതാണ് എന്നറിയുന്നതാണ് സർവാർപ്പണം. ജഗദീശ്വരമയമാണ് പ്രപഞ്ചം എന്നറിഞ്ഞുകൊണ്ട് സർവത്ര ആത്മഭാവന നിലനിർത്തുന്നതാണ് അകമലരിട്ട് വണങ്ങുക. ഉള്ളിൽ അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും മറ്റു വിഷയസങ്കല്പങ്ങളുടെയും സ്ഥാനത്ത് എല്ലാം ഈശ്വര സ്വരൂപം എന്ന ബ്രഹ്മഭാവന ഉറപ്പിക്കണം. തുടർന്ന് ചെയ്യുന്ന കർമ്മമെല്ലാം ഈശ്വരാരാധനയെന്ന് ഭാവന ചെയ്യണം. ഇത് തന്നെയാണ് ഹൃദയപുഷ്പാർച്ചന. അക്ഷമാറി. അക്ഷ എന്ന പദത്തിന് ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഇന്ദ്രിയമായ മനസ്സ് എന്നാണ് അർത്ഥം. അക്ഷം മാറി, മനസ്സ് അടങ്ങി. അതായത് ശാന്തമായി, സകലമഴിഞ്ഞ്, എല്ലാ ബന്ധങ്ങളും അഴിഞ്ഞ്, സങ്കല്പങ്ങൾ ഒടുങ്ങി, വാസന നശിച്ചു. അങ്ങനെ ഗുണാതീതനായ ഈശ്വരന് അകമലരിട്ട് വണങ്ങുവാൻ നമ്മൾ ശ്രമിക്കുക. എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റിക്കൊണ്ട് അക്ഷമാറി കേവലത്തിൻ മഹിമയുമറ്റ് ഞാൻ എന്ന ഭാവം ഇല്ലാതായി, നമ്മുടെ പേര് പോലും പറയാൻ പറ്റാത്തതായി വരുന്ന ഒരവസ്ഥ. അതാണ് യഥാർത്ഥ ഞാൻ. മനസ്സിൻ്റെ വികാരമായ കോപം കൊണ്ടുണ്ടായിത്തീർന്ന ചൂടുമാറി വീണ്ടും മനസ്സ് സ്വപ്രകൃതിയായ ശീതളതയെ പ്രാപിക്കുകയാണ് തണിഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ശാന്തമായി മഹസിൽ ആണിടേണം. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ പാകപ്പെടുത്തി പൂർണ്ണമായിട്ടും പരമ്പൊരുളിലേക്ക് ലയിച്ചു ചേരുക എന്നല്ല, ആ പരമ്പൊരുൾ തന്നെയാണ് താൻ എന്ന തലത്തിലേക്ക് ഉയരണം. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരിക്കലും നശിച്ചു പോകാത്ത ആ ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ആ തലത്തിലാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഉയരണം. അതായത് ശുദ്ധനായ ജീവൻ ആത്മാവാകുന്ന ജ്യോതിസിൽ ലയിപ്പിക്കണം. ഇത് തന്നെയാണ് ഭഗവാൻ നമുക്ക് ദൈവദശകത്തിലും പറയുന്നത്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഓരോന്ന് നമ്മൾ മാറ്റി മാറ്റി അതല്ല സത്യം,
അതെല്ലാം സത്യം എന്ന് അറിഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി വിട്ട് കഴിയുമ്പോൾ അവസാനം നമ്മൾ എവിടെ എത്തണം? ഭഗവാനിൽ എത്തിച്ചേരണം. നിന്നിൽ അസ്പന്ദമാകണം എന്നാ നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മഹസ്സിൽ ആണിടേണം. പ്രിയ ആത്മസഹോദരങ്ങളെ, സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് സർവാർപ്പണം ചെയ്ത് നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഭഗവാന്റെയും അമ്മത്തമ്പുരാട്ടിയുടെയും അനുഗ്രഹ ആശീസ്സുകൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ഈ വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.